ഞങ്ങൾക്ക് കുറേയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ പ്രാവശ്യം അച്ഛനെ കാണാൻ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി. ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛൻ ഞങ്ങൾക്ക് മാതാവിൻ്റെ മെഡൽ തന്നു, തലോണിയുടെ അടിയിൽ വെക്കാൻ പറഞ്ഞു. പിന്നെ തൈലം തേച്ച് അപ്പോൾ തന്നെ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് നിങ്ങൾക്ക് ജനിക്കും, നിങ്ങൾ സാക്ഷ്യം പറയാൻ വരണം എന്ന് പറഞ്ഞു. മാതാവിൻ്റെ മെസ്സേജ് ഉണ്ട്, ജോസഫ് അച്ഛൻ വഴി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടും, ഞങ്ങൾക്ക് കുഞ്ഞുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് എല്ലാവരോടും വിളിച്ച് ഞങ്ങൾ പറയുമായിരുന്നു. ഞങ്ങൾക്ക് അത്ര ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജപമാല റാലി കൂടി. 2023 ജപമാല റാലി കൂടി. റാലിക്ക് ഞാൻ വന്നപ്പോഴാണ് അലങ്കരിച്ച മാതാവിനെ കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ഈ മാതാവിനെ ആണല്ലോ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെന്നോർത്ത് എനിക്ക് അങ്ങോട്ട് ഭയങ്കര വിശ്വാസം. ദൈവമേ, എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടുകയാണ്. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു ഈ മാതാവിനെ കണ്ടുകൊണ്ട് എനിക്ക് കുഞ്ഞ് ഉറപ്പാണെന്ന്. പക്ഷേ റാലി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഡിസംബർ തുടങ്ങി എല്ലാ ഉടമ്പടി ധ്യാനം എല്ലാ സൺഡേസും ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും വരുമായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 3 മാസം വരെ അങ്ങനെ ഞങ്ങൾ വന്നു. മാർച്ച് പകുതി വരെ വന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഒറ്റക്ക് വന്ന് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, മാതാവേ, ഞാനല്ല ഗർഭിണി, നീയാണ് ഗർഭിണി, നിന്റെ വയറ്റിലാണ് കുഞ്ഞ് കിടക്കുന്നത്, ഇത് നിന്റെ കുഞ്ഞാണ്. അന്ന് തുടങ്ങി ഞാൻ മാതാവിനെ ഗർഭിണിയായ കൃപാസന മാതാവിനെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജേർണി മുന്നോട്ട് പോയി. ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലാണ് കാണിച്ചത്. അത് ഗുജറാത്തിലുള്ള ഹോസ്പിറ്റലിലെ ബ്രാഞ്ച് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെക്കപ്സ് എല്ലാം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. 7 മാസമായപ്പോൾ കുഞ്ഞിൻ്റെ ലങ്സിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇഞ്ചക്ഷൻ തന്നതിൻ്റെ ഭാഗമായി എനിക്ക് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടായി. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിംഗ് പ്രെയർ എടുത്തു 100 ദിവസത്തെ. അത് ഡെലിവറിക്ക് ശേഷമാണ് അത് ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞത്. ഞങ്ങൾ കൃപാസന മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഡെയിലി ഞാൻ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. പ്രഗ്നൻ്റായി ഞാൻ ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു. ഒറ്റ ദിവസം കുർബാന മുടക്കിയില്ല. അതിനുശേഷം ഞങ്ങൾ മെയിൻ ഡോക്ടറിനെ വിളിച്ചു, അഹമ്മദാബാദിലെ ഡോക്ടറെ വിളിച്ചു. കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടറുടെ ഡെലിവറിക്ക് പാരന്റ് ഹോസ്പിറ്റലിൽ പോന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 മാസം കഴിഞ്ഞപ്പോൾ ഗുജറാത്തിൽ പോയി. അവിടെ അഡ്മിറ്റ് ആയി സോണോഗ്രഫി ഒക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടറിന് ഇനി മുമ്പ് അറിയായിരുന്നു ഇത് നോർമൽ ആയിട്ട് കൺസീവ് ആയതാണെന്ന്. ഡോക്ടറിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഹിന്ദു ഡോക്ടർ എന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, വേറെ ഡോക്ടേഴ്സിനുമായിട്ട് കൂടി കൺസൾട്ട് ചെയ്ത് ഡിസ്കസ് ചെയ്ത് സോണോഗ്രാഫിയുടെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, നമുക്ക് സിസേറിയൻ ആണ് ഡോക്ടർ പ്ലാൻ ചെയ്തിരുന്നത്. ഡോക്ടർ പറഞ്ഞു നമുക്ക് നോർമൽ ട്രൈ ചെയ്യാം, ഇവരുടെ സ്പെഷ്യൽ കേസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആയി 3-ാം ദിവസം ഏപ്രിൽ 23 12:10 സുഖപ്രസവമായി ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയായിരുന്നു. മാതാവ് എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടിയാണ് ഈ ആൺകുട്ടി.